എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ, മില്ലറ്റ് വെച്ചിട്ട് നമ്മൾക്ക് ഷുഗറുകാർക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പച്ചക്കറിയും മില്ലറ്റും കൂടി. അപ്പോൾ മില്ലറ്റ് നമുക്ക് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, 250 ml ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും പച്ചക്കറിയും ഇത്രയും ഉള്ളി, കുറച്ച് ഇറച്ചി എടുത്തിട്ടുണ്ട്, ചിക്കൻ. അപ്പൊ ഇതൊക്കെ നമുക്ക് രണ്ടു നേരം, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 2 നേരം കഴിക്കാം കേട്ടോ. ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വേവിക്കണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് ഉള്ളി ഇതേ കണ്ട, ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത്. സബോള എടുത്താലും മതി കേട്ടോ. ഇതിപ്പോ ഞാൻ ഇന്ന് ഉള്ളിയാണ് എടുത്തേക്കണത്. അതുപോലെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതി, അതിപ്പോ ഉണ്ടായാലും കൊള്ളാം, ഇല്ലെങ്കിലും വേണ്ട, നമുക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതുപോലെ ഇത്രയും കഷ്ണം ഇത് എടുത്തിട്ടുണ്ട്, കാബേജ് കേട്ടോ. ഒരു വലിയ ക്യാരറ്റ് കേട്ടോ. ഇത്രയ്ക്ക് ബീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഉപ്പ്, വെളിച്ചെണ്ണ, ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. നമുക്ക് ഈ പച്ചക്കറിയിലേക്കൊക്കെ വിഷല, അത് നമുക്ക് ചെയ്യണ സമയത്ത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ നല്ലോണം കഴുകി വെള്ളത്തിലിട്ടിട്ട് കൊണ്ടുവരട്ടെ കേട്ടോ. അരിഞ്ഞു കൊണ്ടുവരണം, ചെറുതാക്കി അരിയണം ബീൻസ്. ക്യാരറ്റ് നമ്മൾ അത് കാണിച്ചു തരാം കേട്ടോ, അരിയുമ്പോ കാബേജും. അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് അരിഞ്ഞുകൊണ്ട് വരട്ടെ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് വന്നുട്ടാ. കാബേജ് ഇങ്ങനെ അരിയണം കണ്ട. അതുപോലെ ബീൻസ് ഇങ്ങനെ അരിയാം. ക്യാരറ്റ് ഇങ്ങനെ അരിയാം. അപ്പോഴാണ് നമുക്ക് വല്ലാണ്ട് വെന്ത് കിട്ടണ്ട, എന്നാ വെന്ത് കിട്ടാൻ വേണം. നമുക്ക് വിറ്റാമിനൊക്കെ കിട്ടാനുള്ളതെല്ലാം കിട്ടണ്ടേ. അതുപോലെ നല്ലപോലെ ഒരുവിധം അങ്ങോട്ട് വേവിച്ചെടുക്കട്ടെ. അപ്പൊ ഞാൻ കാണിച്ചു തരേണ്ടത്, ഇതിൽ നമ്മൾ എരിവിന് ഇടുന്നത് കുരുമുളകാണ് കേട്ടോ. ഇതൊക്കെ ഇതിനും കൂടി 1.25 ടീസ്പൂൺ കുരുമുളക് ഇട്ടാൽ മതിട്ടാ. പിന്നെ ഒരു തരി മഞ്ഞള്. അതുപോലെ കുതിരവാലി അരിയാണ് നമ്മൾ മേടിച്ചേക്കണം കേട്ടോ. അപ്പൊ ഞാൻ അരി എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി എടുത്തിട്ട് വെള്ളം ഒഴിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് വേണ്ട, കുതിരവാലി അരിയാണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേവൊക്കെ ചെയ്യും കേട്ടോ. നല്ല സ്വാദും ഉണ്ട്. ഞങ്ങള് ഇത് 2 മാസമായി ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ട്. ചോറേ ഇല്ല കേട്ടോ, ചോറ് വെക്കുകയില്ല. അതുപോലെ 1 മാസം കഴിഞ്ഞു തുടങ്ങിയപ്പോ ഞങ്ങളുടെ വെയിറ്റ് ഒക്കെ കുറഞ്ഞു തുടങ്ങിട്ടാ. ഇപ്പോ 67, 68 ഒക്കെ ഉണ്ടായത് ഇപ്പൊ 65 ആയി. നല്ലോണം വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പൊ ഞാൻ അരി കഴുകി കൊണ്ടിട്ടേട്ടാ. ഞാൻ അരി കഴുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് ഈ പാത്രത്തില്. 1-1.5 കപ്പ് വെള്ളത്തോളം ഉണ്ട്. അപ്പൊ നമുക്ക് തിളക്കട്ടെ. തിളയ്ക്കുമ്പോ നമ്മൾ തീ കുറച്ചിട്ട് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അരി വേവൂട്ടാ. അതുപോലെ ഞാൻ ഈ ചട്ടിയില് ഉള്ളിനെ വാട്ടട്ടെ കേട്ടാ. നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടട്ടെ. ഇത് ഞങ്ങളിവിടെ പുഴുങ്ങി ഉണക്കി പൊടിച്ച മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഉള്ളി ഇടുമ്പോ അപ്പൊ തന്നെ ഇട്ടോ, എന്നാലാണ് ആ മഞ്ഞക്കുത്ത് നമുക്ക് ആ കുത്ത് മാറി കിട്ടുള്ളൂ മഞ്ഞളിന്റെ. അപ്പൊ നമ്മൾ ഈ ഉള്ളി മൂക്കുമ്പോഴേക്കും ആ കുത്തൊക്കെ പോയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 1.25 കുരുമുളക് പൊടി ഇടാം. ഇതിൽ തന്നെ ഇടുമ്പോ കാണിച്ചു തരാട്ടോ. ഞാൻ മൂക്കട്ടെ, കുറച്ചും കൂടി മൂക്കണം. ഉള്ളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി കുരുമുളക് പൊടി ഇടാട്ടോ. ഞങ്ങളോട് ഡോക്ടർ പറയേ അരി ഭക്ഷണം അങ്ങോട്ട് കാട്ടിക്കളഞ്ഞോളൂ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചോറ് വയ്ക്കാണ്ട്. ചോറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. ഇനി നമുക്ക് ഇടാട്ടോ. കുരുമുളക് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒക്കെ കൂടി ഇടാം പച്ചക്കറികൾ. നമുക്ക് ഉപ്പ് ഇടാം. ഇതൊരു ടീസ്പൂണിൻ്റെ അടുത്തുണ്ട്. ഒരു ലേശം കൂടി ഇടാം, നല്ല ഉണ്ടാവുള്ളൂ. പാകത്തിന് നോക്കിയിട്ട് ഇനിയിപ്പോൾ അത് പറ്റില്ലെങ്കിൽ നമുക്ക് നോക്കാം ഇനി ഉപ്പ് വേണമെന്ന്. നല്ലപോലെ യോജിപ്പിക്കുക കേട്ടോ. നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം ഇതേപോലെ തട്ടിയിട്ട് നല്ലോണം അമർത്തി മൂടി വെക്കാട്ടോ. അപ്പൊ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് പതുക്കണ വെന്ത് കിട്ടണ്ടേ. നമുക്ക് മൂടി വെക്കാം. അതേപോലെ തന്നെ തീ കുറയ്ക്കാം കേട്ടോ.
ഈ കുറച്ചില്ലെങ്കിൽ അത് വെന്ത് വേഗം കിട്ടില്ലല്ലേ, പിന്നെ നല്ലോണം വെന്താലും പറ്റൂല. വേവട്ടെ. കണ്ട അരി തിളച്ചു കൂട്ടാ നല്ലോണം. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേഗം വേവണതാ കണ്ടോ. ഇനി നമുക്ക് ഇതൊന്നും എടുത്തൊന്ന് ഇളക്കാട്ടോ. രണ്ട് പ്രാവശ്യം ഇതേപോലെ നമ്മൾ മുടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിട്ട് ഇതേപോലെ തന്നെ നമുക്ക് പൊത്തി വെച്ചോട്ടോ. എന്തായാലും എല്ലാവരും കഴിച്ച് നോക്കിക്കോളൂ. എന്തായാലും നമ്മളെ വെയിറ്റ് കുറയും. പിന്നെ ഷുഗർ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അസുഖങ്ങളില്ലല്ലോ. ഷുഗറൊക്കെ ഇല്ലാണ്ടാവും. അത് ഇനി മൂടി വയ്ക്കാട്ടോ. അത് കണ്ട നല്ലോണം തിളച്ച് വരും. നമുക്കിതൊന്നും കൂടി എടുത്തിട്ട് ഇളക്കാട്ടാ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒഴിച്ച വെള്ളമൊക്കെ വറ്റി നമുക്ക് ശരിക്കും നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. മൂടി ഇരിക്കട്ടെ. കണ്ട അരി ഒരു പൊടിക്കും കൂടി വേവാനുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഇറച്ചിനെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് മഞ്ഞളും കുരുമുളക് പൊടി കുറച്ചിടാം, ഉപ്പിടാം. 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പിടാം കേട്ടോ. 3/4 ഇട്ടുണ്ട് ഉപ്പ് കേട്ടോ. മഞ്ഞപ്പൊടി എടുക്കുക കുറച്ച് കേട്ടോ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം കേട്ടോ. അപ്പം അത് വെന്ത് കിട്ടട്ടെ കേട്ടോ. ചോറ് വെന്ത് കിട്ടിയിട്ടാ. അപ്പം നമുക്കത് ഇതിലേക്ക് അരിപ്പയിലേക്ക് ഒഴിക്കുക കേട്ടോ. അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടേ നമുക്ക് ഈ കളി കുറച്ചൊന്ന് ഊറ്റിക്കളയണം. അപ്പം ഇത് ഇങ്ങനെ ഒഴിച്ചിട്ടേ കണ്ട ആ കളി ഒന്ന് പൊക്കോട്ടെ കേട്ടോ. നമുക്ക് വേണ്ട. ഇതുപോലെ ഒന്ന് വാമ് വെള്ളമൊക്കെ പൊക്കോട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ഇറച്ചിയൊക്കെ വെന്ത് കിട്ടിയാൽ നമുക്ക് ഇത് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം പോട്ടെ കേട്ടോ. ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വേഗം വെന്ത് കിട്ടി. ഒന്ന് ഇളക്കണമെന്ന് നോക്കാം കേട്ടോ. ഒന്ന് ഇളക്കി നോക്കാം. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളം പറ്റുമ്പോഴേക്കും റെഡി ആവും കേട്ടോ. മൂടിയിരിക്കട്ടെ. അപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട ആ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതാണ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പച്ചക്കറി ഇതായില്ല അതുകൊണ്ട് എടുത്ത് വയ്ക്കാം. നമ്മൾക്ക് ചോറിൽ ഉപ്പ് വേണമല്ലോ. അപ്പം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഈ ചോറിൽ തന്നെ ഇടാം. അവിടെ അതിലേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ ഇടാട്ടോ. നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തു നോക്കാം. നമുക്ക് വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഈ പച്ചക്കറിയിലേക്ക് യോജിപ്പിക്കാം കേട്ടോ ചോറിനെ.
ശരിക്കും നമുക്ക് ബിരിയാണിയൊക്കെ കാണുന്ന പോലെയും കഴിക്കണ പോലെയൊക്കെ തോന്നും കേട്ടോ ഈ ചോറ് ഇതിലൊക്കെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ കേട്ടോ. ഇത് ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതിൽ വലിഞ്ഞ് പൊക്കോളും. വെള്ളമില്ലാണ്ടുള്ള നമുക്കറിയാലോ, വെള്ളമില്ലാണ്ടാവുമ്പോഴുള്ള ഒച്ച നമുക്കറിയാലോ. അതേപോലെ ആക്കാട്ടോ. ചോറ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇടാട്ടോ. ചിക്കൻ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിക്കനൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞങ്ങളിപ്പോൾ എന്തൊന്നും ചിക്കനൊന്നും ഇട്ടിട്ടല്ല കേട്ടോ. നല്ല രുചിയോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. കറികൾ വേണമെന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഈ ചോറ് അങ്ങോട്ട് ഉണ്ണാനായിട്ട്. ഭയങ്കര ഇഷ്ടമുള്ള ചോറിനോട് ഇഷ്ടമുള്ള ഞാനാ. പക്ഷെ ഇത് വെച്ച് തുടങ്ങി പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിത് ചിക്കൻ അങ്ങോട്ട് ഇത് കൂടെ യോജിപ്പിക്കാം കേട്ടോ. അപ്പം ഇതും കൂടി നമുക്കിതിലിട്ട് യോജിപ്പിക്കാം. എല്ലില്ലാത്ത ഇറച്ചിയാണ് നമുക്ക് എടുക്കണ്ടേ. കുറച്ച് നെഞ്ചുഭാഗമാണ് നമുക്ക് ഇഷ്ടമുള്ള. എല്ലില്ലാത്ത അങ്ങോട്ട് എടുത്താൽ മതി കുറച്ച് കേട്ടോ. എടുക്കുമ്പോൾ അതുപോലെ ചിക്കനൊക്കെ നമ്മൾ മേടിക്കുന്ന ദിവസം അങ്ങോട്ട് ഇത് മാറ്റി വെച്ചാൽ മതി കുറച്ച്. അപ്പം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടാമല്ലോ. അപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് അങ്ങനെ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഉപ്പുണ്ടാവും. ഉപ്പ് നോക്കാൻ പറ്റില്ല. അമ്പലത്തിലേക്ക് പോകണേ. ഞങ്ങൾ എല്ലാ ശനിയാഴ്ച അയ്യപ്പങ്ങളിൽ പോകും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് രുചി നോക്കാൻ പറ്റില്ല കേട്ടോ. രുചി എല്ലാം ഉണ്ടാവും, അതിലൊന്നും സംശയമില്ല. അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പം ഇനി പിന്നെ കാണാം കേട്ടോ.